ഉം, ശരി, താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയും ഒന്ന് ഈ പറഞ്ഞ കാര്യം ഈ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി അവതരിപ്പിച്ച സമയത്ത് കോടതി എന്താ ചോദിച്ചത്? കോടതിയുടെ ഒരു നിരീക്ഷണം എന്തായിരുന്നു? ഇത് ഏതർത്ഥത്തിലാണ് ഇതെങ്ങനെയാണ് മതപരമാകുന്നത്? ഭാരതമാതാവിനെ ഏതോ ഒരു കൊടി പിടിച്ച സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ അകത്തെ അനൗചിത്യം എത്രത്തോളം വലുതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചത് ഈ ബഹുമാനപ്പെട്ട കോടതിയാണ്. അതൊരു സിംഗിൾ പാസീവ് കമന്റ് അല്ലേ? കോടതി വിധിയൊന്നും അല്ലല്ലോ. കോടതിയുടെ ഒരു നിരീക്ഷണം എന്നാണ് ഞാൻ പറഞ്ഞത്, വിധി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു നിരീക്ഷണം എന്നാണ് പറഞ്ഞത്. ഔചിത്യമുള്ള ഒരാളുടെ ഒരു സ്ഥാപനത്തിൻ്റെ നിരീക്ഷണം, ഔചിത്യബോധത്തോടു കൂടിയുള്ള നിരീക്ഷണം, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല വിധിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഔചിത്യമുള്ള ആർക്കും അങ്ങനെയേ തോന്നുള്ളൂ. അല്ല, ഔചിത്യത്തിന്റെ കാര്യമല്ല. ഔചിത്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സിംഗിൾ ബെഞ്ചിന്റെ കഥ പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഒരു സിംഗിൾ ബെഞ്ച് ഞങ്ങളുടെ ചാനൽ നിരോധിച്ചല്ലോ. സിംഗിൾ ബെഞ്ച് പറഞ്ഞത് ഒരു നിമിഷം പ്രവർത്തിക്കരുത് ഈ ചാനലെന്നാണ്. സിംഗിൾ ബെഞ്ച് ഏതാണെന്ന് പരിശോധിക്കാം, താങ്കൾക്ക് ഈ സാഹചര്യം കൂടി മുൻനിർത്തി പരിശോധിക്കാം. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? മൊത്തം ഫോൾസ് ആയിട്ടുള്ള സംഗതിയിൽ വെച്ചിട്ടാണ് നിരോധിച്ചിരിക്കുന്നത് പറഞ്ഞ് എടുത്ത് കളഞ്ഞല്ലോ സുപ്രീം കോടതി. ലോ ഓഫ് ദ ലാൻഡ് നിയമം കൊണ്ടുവന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പാസീവ് കമൻസിനെ എടുത്തിട്ട് നമുക്ക് ഇതാണ് ഔചിത്യം, ഇതാണ് നിയമപരമായ ധാർമ്മികത എന്നൊന്നും തീർപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ഇല്ല, താങ്കളുടെ തോന്നലല്ലോ. എനിക്ക് താങ്കൾക്ക് എന്ത് തോന്നുന്നു, നിഷാദിനോ മീഡിയ വണ്ണിനോ എന്ത് തോന്നുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല നിഷാദേ. ഞാൻ എൻ്റെ ബോധ്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് വേണം തോന്നി, ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കൊക്കെ, ലോകത്തുള്ളവർക്ക് ആർക്കൊക്കെ എന്തൊക്കെ തോന്നും എന്നും പറഞ്ഞുകൊണ്ടൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. ആരെന്ത് വേണേ തോന്നട്ടെ. ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കോടതിയുടെ മാത്രം. അതുമല്ല, കോടതി ഇത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി എടുക്കാൻ പോലും തയ്യാറായില്ലല്ലോ. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത് അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമേ ആയിരുന്നില്ല. അതും കൂടെ ഉണ്ട്. ഇനി സിംഗിൾ ബെഞ്ച്, ഡബിൾ ബെഞ്ച്, മറ്റേ ബെഞ്ച്, മൾട്ടിപ്പിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ജുഡീഷ്യൽ ബെഞ്ച്, എനിക്കറിയില്ല. അതൊക്കെ വിട്, അതൊക്കെ പിന്നത്തെ കാര്യം. ഞാനതല്ല പറഞ്ഞത്. ഇതെന്തായാലും ഇപ്പോൾ ഇനിയും ഈ ഭാരതമാതാവിൻ്റെ ചിത്രം എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അതൊരു മതചിഹ്നമാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആർക്കും മനസ്സിലാവുന്നില്ല. ഏതർത്ഥത്തിലാണ് അതൊരു മതചിഹ്നമാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം, ഇവിടെ കോൺഗ്രസ്സുകാരടക്കം വിളിച്ചിരുന്ന മുദ്രാവാക്യം, അതെങ്ങനെയാണ് ഒരു മതമുദ്രാവാക്യമാകുന്നതും ഒരു മതവാക്യമാകുന്നതെന്നും എനിക്ക് മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ, അത് അവിടെ നിന്നോട്ടെ. ഒരു സംഘടന അവിടെ നടന്ന ഒരു മതച്ചടങ്ങ് ആയിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു നിരീക്ഷണത്തിൽ കൂടിയാണെങ്കിൽ പോലും കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ വെച്ചിരിക്കുന്ന പടം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പൊതുവായ പടമാണ് എന്ന് ബഹുഭൂരിപക്ഷം മനുഷ്യർ വിശ്വസിക്കുന്നില്ല. അത് RSS എന്ന് പറയുന്ന സംഘടന എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഏത് മതവിശ്വാസത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കൊടിയും നിറവും ആത്മീയതയും ചിന്താ പരിസരവും ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരതിനനുസരിച്ചുള്ള ഒരു പടമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ പടം കൊണ്ടുവച്ചാൽ അത് പൊതുവായ ഒരു സംഗതിയാണ്. ഒരു മതനിരപേക്ഷ ഭരണകൂടത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത പടമാണെന്നാണ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ പൊസിഷൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ആ പടം വെച്ചിട്ടുള്ള പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന്. അത് ഒരു മതരാഷ്ട്ര ആശയത്തിന്റെ പടമാണത്. അല്ല, അത് നിങ്ങൾ അങ്ങനെ എടുത്തോളൂ. അത് മീഡിയ വണ്ണിനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ആ നിലപാടെടുക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ അത് ഈ ഭാരതത്തിന്റെ ദേശീയതയുടെ പ്രതീകമാണ് എന്ന് വിശ്വസിക്കാനുള്ള, അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ ചോദിക്കുന്ന പോയിന്റ് ഇതാണ്. അതായത് അങ്ങനെ ഗവർണർക്ക് ഒരു അപമാനം ഉണ്ടായി. ഗവർണർ അപ്പം തന്നെ VCയെ വിളിച്ച് രജിസ്ട്രാറെ പുറത്താക്കാൻ പറയുന്നു. രജിസ്ട്രാറെ പുറത്താക്കുന്നു. നമുക്ക് വേഗത്തിൽ പോകാം. പക്ഷേ രജിസ്ട്രാറെ പുറത്താക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. രജിസ്ട്രാറെ പുറത്താക്കാൻ VCക്ക് അധികാരമില്ല. പിന്നെ സവിശേഷ അധികാരമുണ്ട് ഒരു അടിയന്തര ഘട്ടം വന്നാൽ. പക്ഷേ അത് ആര് വെറ്റ് ചെയ്യണം? തൊട്ടടുത്ത യോഗത്തിൽ സിൻഡിക്കേറ്റ് അതിന് അനുമതി കൊടുക്കണം, അല്ലെങ്കിൽ അന്തിമ അംഗീകാരം കൊടുക്കണം. ഇന്ന് സീസ തോമസ് എന്ന് പറയുന്ന താൽക്കാലിക VC അതിനുവേണ്ടി യോഗം വിളിച്ചു. സിൻഡിക്കേറ്റ് അനുമതി കൊടുത്തില്ല. രജിസ്ട്രാർ വീണ്ടും വന്ന് ജോയിൻ ചെയ്തു. താങ്കൾക്ക് ഈ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ?